മടിയുള്ള ദിവസം ഊണ് കഴിക്കാൻ ഈ ഒരൊറ്റ ഐറ്റം മതി. പക്ഷെ മടിയുള്ള ദിവസം മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ അധികം പച്ചക്കറിയോ അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 2-3 പപ്പടം ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കിടിലൻ പപ്പട ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, മഴ, തണുപ്പ്, അങ്ങനത്തെ പ്രശ്നത്തിൽ നമുക്ക് ഒരു കഞ്ഞി കുടിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും, അടിപൊളി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊളിച്ച് ചേർത്താലും മതി, ഇല്ലെങ്കിൽ സവാള ഇതുപോലെ 4 കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ചേർക്കേണ്ടത് നാളികേരമാണ്. നാളികേരം നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ചമ്മന്തിയുടെ ഫ്ലേവർ കൂട്ടുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില അതുപോലെ നിറയെ, കറിവേപ്പിലയ്ക്കൊന്നും ക്വാണ്ടിറ്റി ഒന്നുമില്ല, കറിവേപ്പിലയ്ക്ക് ഇഷ്ടത്തിന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞാൽ ആകെ നമ്മൾ ചെയ്യേണ്ട പണി എന്താ പറയുക, നമ്മുടെ പപ്പടം വറുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി അതിലോട്ട് ഒരു കുഞ്ഞ് കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞ പിന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പടം ഇല്ലേ, പപ്പടം ആയാലും അപ്പളം ആയാലും നല്ലതാണ്. ഇതിപ്പോൾ അപ്പളമാണ്, പപ്പടമല്ല, രണ്ടായാലും ടേസ്റ്റ് ഒരേപോലെ തന്നെയാണ്, നല്ല രസമുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കൂടെ ഒന്ന് വറുത്ത് എടുത്തതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി പപ്പടം ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ചേർക്കുന്ന നാളികേരത്തിൻ്റെ, അതായത് 2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് നാളികേരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ പൊടിച്ച പപ്പടവും ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ. ആ ഒരു പപ്പടത്തിൻ്റെ ഫ്ലേവറും കൂടെ ബാക്കിയുള്ള ചേരുവകളുടെ എല്ലാം കൂടെ ഫ്ലേവറും ചേർന്നിട്ടേ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നിട്ടു. അത്യാവശ്യം തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കഞ്ഞി കുടിക്കാനും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കണം. ശരിക്കും പറയാൻ നല്ല ചൂട് ചോറും ഈ ഒരൊറ്റ ചമ്മന്തി മതി ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ, നല്ല രസമാണ്. കുറച്ച് തൈരും കൂടെ ചേർത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് തൈരൊന്നും കഴിക്കാൻ പറയില്ല, പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാനല്ല, ഒരു നേരം നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള പപ്പട ചമ്മന്തിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നമുക്ക് വേറെ പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ മടി ഒരുപാടുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി പപ്പട ചമ്മന്തി.